അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വിഷയം എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വിഷയമാണ്. വേണ്ടാത്ത ചിന്തകൾ കടന്നു വരുന്നവരും വസ്വാസുകൾ ഉള്ളവർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു ക്ലാസ്സാണ്. ഒരുപാട് ആളുകൾ തുടരെയായി ചോദിക്കുന്ന ഒരു വിഷയമാണ് വേണ്ടാത്ത ചിന്തകളെ തൊട്ട് തടഞ്ഞു നിർത്തുന്ന വല്ല ദിക്റോ സ്വലാത്തോ ഉണ്ടോ എന്ന്. അത്തരത്തിലുള്ള ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന വിഷയമാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഭർത്താവിന് ഭാര്യയോട് വേണ്ടാത്ത തെറ്റിദ്ധാരണകൾ, ഭാര്യയ്ക്കും ഭർത്താവിനോട് വേണ്ടാത്ത തെറ്റിദ്ധാരണകൾ. അതേപ്രകാരം ഒറ്റക്കിരിക്കുമ്പോൾ വേണ്ടാത്ത ചിന്തകൾ കടന്നു വരുന്നവർ, ആ തെറ്റായ ചിന്തകൾ കടന്നുവരൽ കൊണ്ട് തെറ്റിലേക്ക് കടന്നു പോവുകയും വേണ്ടാത്ത ചിത്രങ്ങളും വേണ്ടാത്ത പ്രവർത്തനങ്ങളും ചെയ്യാൻ കാരണമാകുന്നതും. അതേപ്രകാരം വസ്വാസികൾ കൂടുതലായി അലട്ടുന്നവർക്കും ഉപകാരപ്രദമാകുന്ന വിഷയമാണ്. മഹാനായ അല്ലാമ സുറജി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫവായിദിൽ കൊണ്ടുവന്ന വിഷയവും അതേപ്രകാരം മറ്റു പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹാന്മാർ പ്രത്യേകിച്ച് അവിടെ കിതാബുകളിൽ എടുത്തു പറഞ്ഞ വിഷയമാണ്. ചെയ്യേണ്ടത് ആത്മീയപരമായി സൂറത്ത് 4 ആയത്തുകളാണ്. ഈ 4 ആയത്തുകൾ തുടരെയായി എല്ലാ ദിവസം ഓതുക. എന്നാൽ എല്ലാവിധ തെറ്റിദ്ധാരണകളെ തൊട്ടും എല്ലാവിധ തെറ്റായ ചിന്തകളെ തൊട്ടും വസ്വാസുകളെ തൊട്ടും നമുക്ക് പരിഹാരം നേടിയെടുക്കാൻ സാധിക്കും. ഓതേണ്ട ആയത്തുകൾ സൂറത്ത് ഇസ്രാഹിലെ 45-ാമത്തെ ആയത്തും 46-ാമത്തെ ആയത്തും. ആ ആയത്തുകൾ നമുക്ക് പരിചയപ്പെടാം. وإذا قرأت القرآن جعلنا بينك وبين الذين لا يؤمنون بالآخرة حجابا مستورا وجعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا وإذا ذكرت ربك في القرآن وحده ولوا على أدبارهم نفورا. ഈ 2 ആയത്തുകൾ. അതേപ്രകാരം സൂറത്ത് തൗബയിലെ 129-ാമത്തെ ആയത്ത് فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. അതേപ്രകാരം സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ ആയത്ത് അതിൻ്റെ അവസാന ഭാഗം മാത്രമാണ്. ഫസയക്ഫീകഹുമുല്ലാഹു വഹുവ സമീഉൽ അലീം. ഈ 4 ആയത്തുകൾ എല്ലാ ദിവസം തുടരെയായി ഓതുക. തീർച്ചയായും നമുക്ക് എല്ലാവിധ തെറ്റിദ്ധാരണകളെ തൊട്ടും എല്ലാവിധ തെറ്റായ ചിന്തകളെ തൊട്ടും വസ്വാസുകളെ തൊട്ടും നമുക്ക് പൂർണ്ണമായ ഹിഫ്ള് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അള്ളാഹു നമുക്ക് ഈ ആയത്തുകൾ ഓതാനുള്ള തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാരാകട്ടെ. ഒരുപാട് ആളുകൾ തുടരെയായി പറയുന്ന ഒരു വിഷയമാണ് തെറ്റിദ്ധാരണകൾ എന്നുള്ളത്. മാതാപിതാക്കളോട് മക്കൾക്ക് തെറ്റിദ്ധാരണകൾ, മക്കളോട് മാതാപിതാക്കൾക്ക് തെറ്റിദ്ധാരണകൾ, ഭാര്യയോട് ഭർത്താവിന് തെറ്റിദ്ധാരണകൾ, ഭാര്യയ്ക്കും ഭർത്താവിനോടും അങ്ങനെ വേണ്ടാത്ത ചിന്തകൾ, ഒറ്റക്കിരിക്കുമ്പോൾ വേണ്ടാത്ത ചിന്തകൾ കടന്നു വരുന്നവർ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന 4 ആയത്തുകളാണ് തുടരെയായി ഓതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും എല്ലാവിധ തെറ്റായ ചിന്തകളെ തൊട്ട് ശൈത്വാനിൻ്റെ ഭാഗത്തുണ്ടാകുന്ന എല്ലാവിധ വസ്വാസുകളെ തൊട്ട് അല്ലാഹു നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാരാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.